Order, order. You may proceed, Mr. Raguraman. Your Honor, സ്വന്തം അമ്മ അപമാനിക്കപ്പെടുന്നത് ഒരു മകനും നോക്കി നിൽക്കാൻ സാധ്യമല്ല. മരണപ്പെട്ട വിക്രമൻപിള്ളയെ അയാളുടെ ദുരുദ്ദേശത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനും വീട്ടിൽ നിന്ന് ഇറക്കിവിടാനും മാത്രമേ എന്റെ കക്ഷി ശ്രമിച്ചിട്ടുള്ളൂ. ക്രൂരനായ ആ മനുഷ്യൻ അവരുടെ ഏക സമ്പത്തായ കൊച്ചുകുടിലിന് തീവച്ചു. അതിനുശേഷം സ്വാഭാവികമായും അടികലശലുണ്ടായി. ഉണ്ണിക്ക് വിക്രമൻപിള്ളയെ കൊല്ലണമായിരുന്നെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തിറക്കി വിടുന്നതിന് മുൻപ് അതാകാമായിരുന്നു. Now, Your Honor, he had the least intention to kill. There you are wrong. പക വീട്ടാനും പകരം ചോദിക്കാനും വേണ്ടി മാത്രമാണ് പ്രതി ആ രാത്രി അയാളുടെ പുറകെ. My lord, the honorable public prosecutor may kindly be instructed to not to intrude when I am presenting my case. I plead. I am sorry, father. No father and son here. മരണം യാദൃശ്ചികമായിരുന്നു. അതൊരു കൊലപാതകമായിരുന്നില്ല. മരണപ്പെട്ട വിക്രമൻപിള്ള സഹചാരികളുമൊത്ത് ആക്രമിക്കാൻ തയ്യാറായി വന്നതായിരുന്നു. ഉണ്ണിക്ക് അവരെ നേരിടേണ്ടി വന്നു, സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി. ഡെത്ത് വാസ് an accident only. എന്റെ കക്ഷി നിരപരാധിയാണ്. കോടതിയുടെ ദയവും സഹതാപവും മാത്രമാണ് എന്റെ കക്ഷി അർഹിക്കുന്നത്. നോ യുവർ ഓണർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്നത് ശിരസിൽ ഷവൽ കൊണ്ടേറ്റ മുറിവ് മൂലമാണ് വിക്രമൻപിള്ള മരിച്ചതെന്നാണ്. മൽപ്പിടുത്തത്തിനിടയിൽ കാൽ വഴുതി താഴെ വീണ് തല ഷവലിൽ കൊണ്ടാണ് വിക്രമൻപിള്ള മരിച്ചതെന്ന് ബഹുമാനപ്പെട്ട എന്റെ എതിർഭാഗം വക്കീൽ പറയില്ല എന്ന് കരുതുന്നു. കോപവും വൈരാഗ്യവും മൂലം ബോധപൂർവം തന്നെയാണ് വിക്രമൻപിള്ളയുടെ മരണത്തിനുള്ള സാഹചര്യം പ്രതി ഉണ്ടാക്കിയിട്ടുള്ളത്. വീട് കത്തിച്ചു എന്നുള്ളത് കേസിന്റെ ബലത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവം മാത്രമായിക്കൂടുന്നുമില്ല. No, it is not true. Please allow me to continue. Mr. Raguraman, please. I am sorry, my lord. താൻ വിവാഹിതയല്ല എന്നവർ വിസ്താരത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. പ്രതിയുടെ അച്ഛൻ ആരാണെന്ന് പറയാൻ അവർ തയ്യാറുമല്ല. ഈ പശ്ചാത്തലത്തിൽ പ്രതിയുടെ അമ്മയുടെ ജീവിത സാഹചര്യങ്ങളെ ഒരു വിധത്തിൽ മാത്രമേ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയൂ. കൊല്ലപ്പെട്ട വിക്രമൻപിള്ളയുമായി പ്രതിയുടെ അമ്മയ്ക്ക് ബന്ധങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അതിൽ പ്രതിക്ക് വെറുപ്പും എതിർപ്പും ഉണ്ടായിരുന്നിരിക്കാം. ആരറിഞ്ഞു കൊല്ലപ്പെട്ട വിക്രമൻപിള്ള തന്നെ അല്ല പ്രതിയുടെ അച്ഛനെന്ന്? അതെങ്ങനെ എന്റെ എതിർഭാഗം വക്കീലിന് തീർച്ച പറയാൻ കഴിയും? പ്രതിയും കൊല്ലപ്പെട്ട വിക്രമൻപിള്ളയും തമ്മിൽ വൈരാഗ്യവും ശത്രുതയും ഉണ്ടായിരുന്നു. തക്ക സന്ദർഭം കിട്ടിയപ്പോൾ പ്രതി അത് ഉപയോഗപ്പെടുത്തി. ഇറ്റ്സ് എ മർഡർ, ഇന്റന്റഡ് ക്രൈം. പ്രതി ഏറ്റവും കടുത്ത ശിക്ഷ അർഹിക്കുന്നു. വ്യക്തികളെ കുറിച്ച് തെളിയിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പറയരുത്. തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്റെ കക്ഷിയുടെ അമ്മയെക്കുറിച്ച് പറഞ്ഞത് അവർ ഈ കോടതിയിൽ പറഞ്ഞതിന്റെ വ്യാഖ്യാനം മാത്രം. ഭർത്താവില്ലാതെ ജനിച്ച മകനാണ് ഉണ്ണിയെന്ന് ആ സ്ത്രീ കോടതിയിൽ പറഞ്ഞതിന് രേഖകളുണ്ട്. ബാലചന്ദ്ര, യുവർ ഓണർ. Mr. Raguraman. I am sorry, my lord. കോടതിയിൽ വ്യക്തികളില്ല, കക്ഷികളെ ഉള്ളൂ. ബന്ധങ്ങളില്ല, ന്യായങ്ങളെ ഉണ്ടാവൂ. മനസാക്ഷിയുടെ മുന്നിൽ സത്യങ്ങൾക്കേ പ്രസക്തിയുള്ളൂ. അറിയപ്പെടാത്ത സത്യങ്ങളാവില്ല ഇവിടെ പ്രമാണം. തെളിയിക്കപ്പെട്ട സത്യങ്ങൾ മാത്രമായിരിക്കും. ഞാൻ ഈ കേസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാനും. The court is adjourned. കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു. അച്ഛൻ്റെ ഇവിടെ, മകന്റെ ഇവിടെ, രണ്ടുപേരും കടുക് പൊരിയണ പോലെയല്ലേ വാദം. നമ്മുടെ ഈശ്വരനും സുബ്രഹ്മണ്യം പോറ്റിയും വാദിഭാഗവും പ്രതിഭാഗവും വാദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ഉണ്ടായിരുന്നു. മണ്ണ് കിള്ളിയിട്ടാൽ താഴാത്ത മാതിരിയായിരുന്നു പുരുഷാരം. കോടതി വളപ്പ് നിറയെ. അച്ഛനെന്ന് പറഞ്ഞു നിർത്തുന്നതിന് മുമ്പേ മകൻ തുടങ്ങും. മകനെന്ന് പറഞ്ഞു നിർത്താറാവുമ്പോഴേക്കും അച്ഛൻ അതിന്റെ പോയിന്റുകൾ ഖണ്ഡിച്ചുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് വാദിക്കും. വാദിക്കണമെങ്കിൽ ഇങ്ങനെ വാദിക്കും. അപ്പോഴേക്കും മകൻ തുടങ്ങും. യുവർ ഓണർ, 1732
അലഹബാദ് ഹൈക്കോടതിയിൽ ബാരിസ്റ്റർ ആനവാല ISP 302 വകുപ്പിന് ഇങ്ങനൊരു വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നു. അത് തീർന്നില്ല, ഉടനെ അച്ഛൻ തുടങ്ങി. അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയെ മാനിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഈ കോടതിയോട് യുവർ ഓണർ നാഗപ്പൂർ ഹൈക്കോടതിയിൽ 1932 ISP 322 വകുപ്പിന്റെ ആനുകൂല്യം സിദ്ധിച്ച് 302 വകുപ്പ് പ്രതിയെ വെറുതെ വിടണമെന്ന്. ഇവരെ പഠിപ്പിച്ച മാഷന്മാരാരാന്നാ ഞാൻ ഓർക്കണത്. അദ്ദേഹം വക്കാലത്ത് തുടങ്ങിയിടയ്ക്ക് ഞാനായിരുന്നു പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നത്. പക്ഷെ എന്തായാലും ഈ കേസ് ജയിക്കുന്ന അദ്ദേഹം തന്നെ ആയിരിക്കും. അത് പണിക്കർക്ക് എങ്ങനെ അറിയാം? പ്രതി കുറ്റം ചെയ്തില്ല എന്ന് അദ്ദേഹം വാദിക്കുന്നില്ല. പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള നടപടി പ്രകാരം സംശയാതീതമായി പ്രതി കുറ്റം ചെയ്തു എന്ന് സ്ഥാപിക്കാത്തിടത്തോളം കാലം പിന്നെ കുറെ വകുപ്പുകൾ ഉദ്ധരിച്ചുകൊണ്ട് സംശയത്തിന്റെ ആനുകൂല്യം സിദ്ധിച്ച് എന്റെ പ്രതിയെ വിട്ടയക്കണം, ഇത്ര അദ്ദേഹം പറയുന്നുള്ളൂ. അല്ലടി കൃഷ്ണസ്വാമിയാരി ഇങ്ങനെ വാദിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അനുഭവം കൂടുതലായതുകൊണ്ടായിരിക്കും ജോലി രാജിവെച്ച് മകനെതിരായി തന്നെ കേസ് വാദിക്കാൻ തുടങ്ങിയത്. അയ്യോ, അതാ ഉണ്ണി നിരപരാധി ആയതുകൊണ്ടാ. പാവം കണ്ടാലേ തോന്നും. ആ പാവപ്പെട്ട അനാഥ സ്ത്രീയുടെ മോനല്ലേ? ഏതാണ് ആ സ്ത്രീ? ഇവിടെ കൊള്ളവരല്ല, എങ്ങോ വടക്ക് ഏതോ ഒരു കുഗ്രാമത്തിൽ ആരോരുമില്ലാത്ത അനാഥയായ ഒരു സ്ത്രീയാ. നമ്മുടെ ജാതിയുമല്ല. എന്താടോ താൻ ഒറ്റയ്ക്ക് ഇങ്ങനെ? കളിക്കാൻ പേര് കിട്ടിയില്ല. ഞാനായാലോ? അല്ല അച്ഛൻ. എന്താ ഞാൻ പോരെ? മതി മതി, എന്നാൽ നടന്നോളൂ. നീ അന്വേഷിച്ചിരുന്ന പേര് വന്നല്ലോ, ഞാൻ മാറിയേക്കാം. പണിക്കർ പിന്നീട് അമ്മിണിയെ കണ്ടോ? കണ്ടു. വളരെ കഷ്ടസ്ഥിതികൾ. ആ സാക്ഷിമത്തായുടെ വീടിന്റെ വരാന്തയിലും കണ്ട താമസം. ഊണുമില്ല, ഉറക്കവുമില്ല, ഏത് സമയത്തും ആ മകന്റെ കാര്യം മാത്രം ജപിച്ചുകൊണ്ട് കഴിയാത്ര. പണിക്കർ തന്നെ അമ്മിണിക്ക് ഏതെങ്കിലും സൗകര്യമുള്ള സ്ഥലം ഏർപ്പാട് ചെയ്യണം. എന്റെ പരിചയത്തിലുള്ള ആരുടെങ്കിലും സ്ഥലം ഞാൻ അന്വേഷിക്കാം. അവരെ താമസിപ്പിക്കാൻ എന്തിനാ മറ്റൊരു സ്ഥലം അന്വേഷിക്കുന്നത്? ഇവിടെ ധാരാളം സ്ഥലമുണ്ടല്ലോ. ഒരാൾക്ക് കൂടി താമസിക്കാൻ എന്താ ബുദ്ധിമുട്ട്? വേണ്ട. എന്തുകൊണ്ട് വേണ്ട? ഞാനല്ലേ പറയുന്നത്. പണിക്കർ ചെന്ന് അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ. സാവിത്രി, അത് അങ്ങൊന്നും പറയണ്ട. ഏതായാലും അവരുടെ മകന് വേണ്ടി അങ്ങ് ഇത്രയും ചെയ്തു. ആരോരുമില്ലാത്ത സ്ത്രീ എവിടെ താമസിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ്? പണിക്കർ ചെല്ലൂ. എന്താ, അദ്ദേഹം പറഞ്ഞാൽ മാത്രമേ പണിക്കർ അനുസരിക്കുള്ളൂ? ഞാൻ പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞത് ധിക്കാരമായോ? വേണ്ടിയിരുന്നില്ല. സാരമില്ല. മകന്റെ കേസ് തീരുന്നതുവരെ അവരിവിടെ താമസിക്കട്ടെ. ഞാൻ ചെന്ന് കാപ്പി എടുത്ത് വെക്കാം.